ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവളുടെ ജീവിതത്തിൻ്റെ അപൂർവ കൽപ്പനാശക്തിയാണ്. വിശുദ്ധയാകാനുള്ള ആഗ്രഹം അതീവ തീവ്രമായിരുന്നിട്ടും മറ്റ് വിശുദ്ധരെ അനുകരിക്കാൻ വിശുദ്ധ കൊച്ചുത്രേസ്യ കൂട്ടാക്കിയില്ല. അവരെ വഴിവിളക്കുകളായി സ്വീകരിച്ചപ്പോഴും സ്വന്തം വഴികൾ തുറക്കുന്നതിൽ അവൾ ശ്രദ്ധ പതിപ്പിച്ചു. അവളുടെ ഓരോ വചനവും പ്രാർത്ഥനയുടെ നിർവചനമായിരുന്നു. മറ്റാരും സ്നേഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കണമെന്ന നിർബന്ധ ബുദ്ധി വിശുദ്ധയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ. വിശുദ്ധ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന അവൾക്കൊരു ജീവശ്വാസം പോലെയായിരുന്നു. അതെ, അന്തരാത്മാവിൽ നിറവെടുക്കുന്ന ഒരു സ്വാഭാവിക ചലനമായിരുന്നു അവൾക്കത്. പ്രാർത്ഥനാ ജീവിതത്തെ പ്രാർത്ഥനയെന്നും ജീവിതമെന്നും തരംതിരിക്കാതെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കിയ വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. സന്തോഷം അനുഭവപ്പെടുമ്പോൾ ത്രേസ്യയുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരും. അവിടുത്തോട് മാത്രമോ അല്ലെങ്കിൽ ആദ്യമായി അവിടുത്തോടോ ആയിരിക്കും അവൾ തൻ്റെ ആഗ്രഹങ്ങളും രഹസ്യങ്ങളും പങ്കുവയ്ക്കുക. മനുഷ്യരുമായി എന്നതിനേക്കാൾ ദൈവവുമായി എല്ലാം പങ്കുവയ്ക്കാനായിരുന്നു അവൾക്കിഷ്ടം. മാനസിക വേദനകൾ തന്നെ അലട്ടിയപ്പോൾ അവൾ ദൈവത്തിലേക്ക് തൻ്റെ ഹൃദയം ഉയർത്തി. ശാരീരികമായ അസ്വസ്ഥതകളുടെ നാളുകളിൽ ദൈവത്തോടു കൂടി വേദനയുടെ രാത്രികൾ ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഈ വിശുദ്ധയുടെ ജീവിത മാതൃകയും മനോഭാവങ്ങളും നമുക്കും സ്വീകരിക്കാം.